സോ ഗൈസ്, അപ്പോൾ നമ്മളിതേ ഫുഡ് ബ്ലോഗിങ് കൂടി ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ ഗൈസ്. നമ്മളിപ്പോൾ ഉള്ളത് ആലുവയിലുള്ള കവാലി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് ലൈറ്റ് മാനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തമ്പൂരിനെ കൊണ്ട് തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചേക്കണത്. അപ്പോൾ എല്ലാവരും കൊണ്ട് ആറ്റിറ്റ്യൂഡ് ഇട്ട് അമൃതമുണ്ട്. ബാക്കിയുള്ള വ്ളോഗ്സൊക്കെ നമ്മൾ കുറച്ചുകൂടി അടിപൊളിയാക്കി പ്രിപ്പയർ ആയിട്ട് വരും. നമ്മൾ ഇന്ന് പ്രിപ്പയർഡ് അല്ല, നമ്മൾ ഇങ്ങനെ കണ്ട് സംസാരിച്ച് കയറിയതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. അകത്തേക്ക് പോവാം. സ്റ്റേ ട്യൂൺ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നലെ ജിമ്മിലൊക്കെ പോയതുകൊണ്ട് കാലും കൈയൊക്കെ ഭയങ്കര വേദനയാണ്. ഡയറ്റായിരുന്നു, പക്ഷേ ഇന്ന് പിന്നെ ഡയറ്റ് തെറ്റിക്കേണ്ടി വരുന്നു. നീ ഇന്നലെ തൊട്ട് ഡയറ്റ് അല്ല? ഞാൻ 2 ദിവസം ഭയങ്കര ടൈറ്റാണ് അവൻ. സോ ഗൈസ്, അപ്പോൾ നമ്മളിത് ഇപ്പോൾ കവാലിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. നമ്മളിപ്പോൾ എത്ര പേരുണ്ട്? 1 2 3 4 5 6. അവനെ കൂട്ടണ്ട, അവൻ എന്തായാലും ഫ്രെയിമിലില്ല. ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. വീട്ടിൽ കഴിയാണ്ട് ഫുഡ് കഴിക്കണോ എവിടെ നമുക്ക് തുടങ്ങണം. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് കവാലിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്, നമ്മുടെ പുതിയ ചാനലിലെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. അഭിഷേക്, അതിൻ്റെ പേര് അനിരുദ്ധ്, തമ്പു, പിന്നെ ആർക്കും വേണ്ടാത്ത നമ്മുടെ അമൃത. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കുറച്ച് പിള്ളേരെ കണ്ടു. ക്ലാസ് കട്ട് ചെയ്ത് നൈറ്റ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയ കുറച്ച് പിള്ളേരെ കണ്ട്. അവരെ കാണിച്ചു വിടറാ. അപ്പോൾ അതിൽ രണ്ട് കുട്ടികളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ അവർ അതൊന്ന് ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാണ്. നൈറ്റാണ്, ക്ലാസ് കട്ട് ചെയ്തൊന്നും അല്ല വന്നേക്കുന്നത്. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേ പ്രമാണിച്ച് അവരുടെ വകയായിരിക്കും നമുക്കിന്ന് ട്രീറ്റ്. അയാളെന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നത്. നിനക്കൊല്ല കേൾക്കാൻ പറ്റുന്ന. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ ദ ഫുഡ്. സോ ഗൈസ്, അപ്പോൾ ഫുഡിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് ഫുഡിൻ്റെ പേര് നമ്മളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള സാധാരണ നമ്മൾ പറയുന്നത് ബീഫ് മന്തി അല്ലെങ്കിൽ ചിക്കൻ മന്തി അല്ലെങ്കിൽ അൽഫാം മന്തി അങ്ങനെയൊക്കെ പറയണം. പക്ഷേ ഇവിടെ പറയുന്നത് ബീഫ് മന്തി. ഇഷ്ടമായ ടേസ്റ്റ് ആണോ? മറ്റേത് സാലഡാണ് അതിൻ്റെ കൂടെ വരുന്നത്. കൊടുക്കാൻ പോവാ വേണോ? അമൃതയും ക്യാമറമാനും ബീഫ് കഴിക്കാത്തതുകൊണ്ട് അവർക്ക് കണ്ടത് സ്പെഷ്യലായിട്ട്. അല്ല, ക്യാമറമാൻ്റെ കാര്യം പറയണ്ട, അങ്ങനെ ഒരാളില്ല. ഞങ്ങളിപ്പോ വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും കൊതി വരാണ്ടിരിക്കാൻ വേണ്ടി രണ്ട് കുഴിമന്തി മേടിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങൾ അവനെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളുടെ ഈ റെസ്റ്റോറന്റ് ഇപ്പോൾ ഉള്ളത് ആലുവ തോട്ടുമുഖത്താണ്. അപ്പൊ നമ്മുടെ മംഗളാലയം വായിക്കൊള്ളാത്ത വാക്കുകൾ രാത്രി ആയതുകൊണ്ട് ഇപ്പൊ വ്യൂ ഇല്ല, നല്ല വ്യൂ ഉണ്ടാവും. നമ്മള് ചിക്കൻ വേണ്ട, ഇപ്പോഴേ കഴിക്കണ്ട. കാരണം ഇപ്പോഴേ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇവളുടെ ചിക്കൻ വരാണ്ട് നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട് വരെ എത്തൂല. സത്യമായിട്ട് അവളുടെ ചിക്കൻ വന്നതിന് ശേഷം നമ്മൾ കഴിക്കുന്നതായിരിക്കും. വെരി ഗുഡ്. അങ്ങനെ കൊടുന്നു ഞാനിതൊരു അവസാനം കഴിച്ചിട്ടില്ല. അവളെ വിഷം കിട്ടിയോ അല്ലേ? ആദ്യമായിട്ടാണ് അമൃതയുടെ ഇന്നൊരു ഫുഡ് കിട്ടുന്നത്. ഇനി ഫോക്കസ് ഔട്ട് ആയില്ല, ഒന്നുകൂടെ ഉണ്ടാക്കല്ലേ. സോ ഗൈസ്, അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ അറബിക് ഫുഡും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ സീ ഫുഡും ഉണ്ട്, അറബിക് ഫുഡുണ്ട്, പിന്നെ ഷവർമ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഉച്ചക്ക് 12 മണി തൊട്ട് രാത്രി 12 വരെ. അപ്പോൾ രാത്രിയൊക്കെ ചില്ല് ഔട്ട് ചെയ്ത് മറ്റേ പുറത്തേക്ക് ഇറങ്ങി പിള്ളേർക്കൊക്കെ വന്ന് ചില്ല് ഔട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സ്പോട്ടാണ്. ഇവർക്ക് ഫ്രണ്ടിലും ഡൈനിങ് ഉണ്ട്, പിന്നെ അതിൻ്റെ മേളിൽ കുറച്ചുകൂടി മാറിയിട്ട് മേളിലും ഡൈനിങ് ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി വൈബാണ്. ഈ സൈഡിൽ കായൽ കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് കണ്ടിരുന്ന് സന്തോഷിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് നമ്മുടെ കവാലി റെസ്റ്റോറൻറ്റ്. ജല്ലിക്കെട്ട് ബീഫ് റിബ് നമുക്കിവിടെ അവൈലബിൾ ആണ്. മന്തി ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ സീ ഫുഡ് ഐറ്റംസ് ഉണ്ട്, നോർമൽ ബീഫ് മന്തി ഉണ്ട്, പിന്നെ അറബിക് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഇതൊന്നും കഴിക്കാനുള്ള വയറില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് മാത്രമാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ പാൽക്കപ്പ വന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് ബീഫ് റിബ് മറ്റേ ആ ബീഫ് ഞാൻ എഴുതി കാണിക്കുന്നതായിരിക്കും. എന്തോ പദ്ധതികളുണ്ട്, അമൃത എല്ലാരും തീറ്റിക്കുന്നുണ്ട്.
അൽഫാം. എന്താ മോനെ നാം മിണ്ടട്ടെ. ഓ കേരളം അമൃത ബീഫ് കഴിക്കില്ല, വേറെ ഒന്നുമില്ല. എന്താണെന്നറിയില്ല, ബീഫ് കഴിക്കില്ല. ഒരു ബീഫായിട്ട് പണക്കത്തില്ല. 10 വർഷമായിട്ട് ബീഫ് കഴിക്കത്തില്ല. 10 വർഷമോ? ജനിച്ചത് മുതൽ ഞാൻ ബീഫ് കഴിക്കും. അല്ല, 10 വർഷമായിട്ട് ബീഫ് കഴിക്കത്തില്ല. ഓ 10 വർഷമായിട്ട് ബീഫ് കഴിക്കത്തില്ല. ബീഫ് കഴിച്ചില്ല, 10 വർഷമായിട്ട് ബീഫ് ബീഫ് കഴിച്ചിട്ടില്ല. ഇനി ഒരു 5 വർഷം കൂടി ബീഫ് കഴിക്കില്ല എന്നാണ് അറിഞ്ഞ് കേട്ടത്. 5 വർഷം കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ കുറച്ചു നാൾ കൂടി മനസ്സിലായില്ല. ഞാൻ ഇതിൽ ഏതാ നല്ല പീസ്? നല്ല പീസ്. അതിനേക്കാളും നല്ലത് പച്ച. മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. അതെ, ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് വ്ലോഗ് ആയതുകൊണ്ട് അതെ. ഞാൻ തന്നെ എല്ലാവർക്കും പ്ലേറ്റിലേക്ക് ഫുഡ് ഇട്ട് കൊടുക്കാൻ പോവാണ്. അതെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി തന്ന നമ്മുടെ തമ്പുരുന് തന്നെ ഫസ്റ്റ് പീസ് കൊടുക്കുന്നില്ല. താങ്ക് യു. അതതിന്റെ ബാക്കിയായിരിക്കും. അല്ലെങ്കിലും അങ്ങനെ ഇല്ലടാ, നിനക്ക് ഞാൻ ഒരു വലിയ പീസ് കണ്ടു വെച്ചിട്ടുണ്ട്. തമ്പുരു വെയിറ്റ് തമ്പുരുവിന് അതിന് പറഞ്ഞു ഇത് കണ്ട ഗത പോലെ ഇരിക്കുന്ന പീസാണെന്ന്. വലിയ പീസ് തമ്പുരുവാണ് നല്ല പീസാണ്. ഒരു പീസ് ഞാൻ കുറച്ചേ കൊടുത്തുള്ളെങ്കിലും അതെ. റൈസ് ഞാൻ ഒരുപാട് കൊടുക്കും. അത് കുറച്ച് കൂടുതലല്ലേ സാർ? ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി ഇപ്പൊ ഞങ്ങളുടെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം കണ്ടില്ലേ, ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള സീനായിരിക്കും. കാരണം കഴിക്കുന്നതിന്റെ ഇടക്ക് നമ്മൾ ഫുഡ് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുക, ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം അതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ പറയുന്നതായിരിക്കും. ഷുവ ബീഫ് മന്തി. ഷുവ ബീഫ് മന്തി നമ്മൾ നോർമലി എനിക്ക് കഴിക്കുന്ന ടൈപ്പ് ഓഫ് മന്തി പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ പാൽക്കപ്പയും ബീഫ് അടിപൊളിയായിട്ടുണ്ട്. എന്താ സംഭവം കൊള്ളാം, നല്ല രസമായിട്ടുണ്ട്. എനിക്ക് അൽഫാം മന്തി ഇഷ്ടപ്പെട്ടു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അൽഫാം. ഇവിടെ അൽഫാം മന്തിയുടെ ആളാണ്. അൽഫാം നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം, എല്ലാം കൊള്ളാം. പാൽക്കപ്പയുടെ അവസ്ഥ ഉണ്ട്. പാൽക്കപ്പ അത്രയ്ക്ക് ടേസ്റ്റ് ചെയ്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമേ കുറച്ച് റൈസ് കൂടുതലിട്ട് പാൽക്കപ്പ കഴിക്കാൻ വേണ്ടി ആ റൈസ് എല്ലാം ബാക്കിയുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. അവര് വിചാരിച്ച അവർക്ക് സ്നേഹമുള്ളത് കൊണ്ടിട്ടാണെന്ന്. എനിക്ക് സ്നേഹമുള്ള ചതിയായിരുന്നു. നമ്മൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങളെപ്പോഴും ബഡ്ജറ്റും കൂടെ നോക്കാറുണ്ട് കേട്ടോ. ബഡ്ജറ്റും കൂടി നോക്കാം. നമ്മൾ നോർമലി ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിൽ പോലും ഓവർ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. ഫുഡ് നല്ലായിരുന്നു. അത്യാവശ്യം എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. നമ്മളത് ബീഫ് കഴിക്കാത്തതുകൊണ്ട് മാത്രം നമ്മൾ ചിക്കൻ അടിച്ച് കയറ്റാവും. നമുക്കൊരു ചെറിയ വിഷമമുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് നല്ലതായിട്ട് കഴിക്കാൻ പറ്റി, നമ്മൾ കഴിക്കാത്തതുകൊണ്ട്. മേളിലൊരു 75 പേർക്കൊക്കെ ഇരുന്ന് കഴിക്കാൻ ഒരു ഫെസിലിറ്റി ഇവർ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ താഴെ നമുക്ക് അത്യാവശ്യം നല്ല സെയിം എമൗണ്ട് ഓഫ് ആൾക്കാർ പിന്നെ വരുന്നു. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുമ്പോൾ അതെ, ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ പറ്റിയ ഒരു ആംബിയൻസ് ആണ് ഇവിടെ. അല്ലേ? അപ്പൊ നമ്മള് ഷെയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് വന്നിട്ടില്ല. പിന്നെ ഫുഡിയാണ് അമൃത. ഇവള് ഭയങ്കര ഫുഡി കേട്ടോ. അവൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ? ഒരു പ്രാവശ്യം നമ്മള് ഒരു ഷൂട്ടിന് വേണ്ടിട്ടൊരു ക്രൗൺ പ്ലാസ പേരും പറഞ്ഞു അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും മറ്റേ നമ്മുടെ ബദാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സീൽ ചെയ്ത് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് കവറിൽ സീൽ ചെയ്ത് വെച്ചേക്കണം കൊണ്ടിട്ട് നമുക്കറിയത്തില്ല. അപ്പോൾ ഈ ചായ എടുത്ത് കുടിക്കാൻ പറഞ്ഞു. ചായ എടുത്ത് കുടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാം നോർമലി ചായ എടുത്തിട്ട് കണ്ടു പോകുന്നു. അമൃത ഏറ്റവും ലാസ്റ്റ്, ഏറ്റവും ആദ്യം കയറുന്ന ആള് ഏറ്റവും അവസാനം പോയപ്പോൾ എനിക്ക് എന്തോ പന്തികേട് തോന്നുന്നു. ഞങ്ങൾ എല്ലാവരും മാറി നോക്കിയപ്പോൾ അമൃത കവറിന്റെ മേളിൽ നിന്ന് ഇങ്ങനെ, അതായത് മാന്യമായിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെന്ത് ചെയ്ത്. പിന്നെ തോന്നിയതാണെന്ന് അറിയാൻ വേണ്ടി പിന്നെ ഷെയ്ക്കും മുജീറ്റും വന്നിട്ടുണ്ട്. മൂജിറ്റോ അല്ല മൊയ്റ്റോ എന്നാണ് പറയുന്നത്. അതെ, എന്താണ് മൊയ്റ്റോ. ഞാൻ മൊജീറ്റോ എന്ന് പറയും. മൊജിറ്റോ. കോൾഡ് കോഫി ഓർഡർ ചെയ്ത്, കോക്കനട്ട് ഓർഡർ ചെയ്ത്. പക്ഷെ സംഭവം രണ്ടിനും സെയിം കളർ ആയത് കൊണ്ടിട്ട് മാറിപ്പോയി. അപ്പൊ അഭി സൂപ്പർ നല്ല ടേസ്റ്റ്. നമ്മുടെ പച്ചാന ഇവിടെ സെൻട്രൽ കോക്കൻ ഓർഡർ ചെയ്തിട്ട് തേങ്ങയുടെ കുടിച്ചിട്ടിരിക്കുവായിരുന്നു. പിന്നീട് മനസ്സിലായി കാട്ടിയോട്ട് എക്സ്ചേഞ്ച് ചെയ്ത് നോർമലി നമ്മൾ പുറത്തുനിന്ന് ടെൻഡർ കോക്കനട്ട് കഴിക്കുമ്പോഴത്തേനും അത്ര, അതായത് ഒരു എന്താ പറയുക, നോർമലാണ്. എല്ലാ കടകളിലും നോർമൽ ടേസ്റ്റാണ് ടെൻഡർ കോക്കനട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടാണെങ്കിൽ പോലും ടെൻഡർ കോക്കനട്ട് നമ്മൾ ഓർഡർ ചെയ്ത്. പക്ഷേ ഇവിടുത്തെ ടെൻഡർ കോക്കനട്ട് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട്. കാരണം ഒരു എന്താ പറയുക, ഒരു
ടെൻഡറിന്റെ ഒരു ടേസ്റ്റും ഉണ്ട്. അത് കൂടാണ്ട് തന്നെ പിന്നെ അത് കൂടാണ്ട് തന്നെ വേറൊരു അടിച്ച് നിന്റെ 32 പല്ലും കളഞ്ഞു കൊന്ന് കായൽ താഴ്ത്തും. അത് കൂടാണ്ട് തന്നെ വേറൊരു സ്പെഷ്യൽ ടേസ്റ്റും കൂടി ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ടെൻഡർ കോക്കനട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ കൂടുതലും ആ ഒരു ഡിഷസാണ് ഇവിടെ വന്നിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് പാൽക്കപ്പ ബീഫും പിന്നെ ടെൻഡർ കോക്കനട്ടും. നമ്മുടെ മന്തി കാര്യങ്ങളൊക്കെ എല്ലാം നോർമലി നമ്മൾ കഴിക്കുന്നതാണ്. പക്ഷേ പാൽക്കപ്പയും ബീഫും നിങ്ങളൊന്ന് മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഇവിടെ വന്നിട്ട് ഒന്ന് കഴിച്ചു നോക്കുക. തമ്പുരു നീ മാത്രം ഒന്നും പറയാണ്ട് അധികം ഒന്നും ഫുൾ ടൈം ഫുഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നാക്കാൻ തുടങ്ങി എന്താ പറയാനുള്ളത് നിനക്ക്? അടിപൊളിയായിരുന്നു. പാൽക്കപ്പയും ബീഫും അടിപൊളിയായിരുന്നു പറയാൻ. കഴിച്ചു നന്നായിട്ട് കഴിച്ചു ഞാൻ. നീ എന്തായിരുന്നു ശരിക്കും ഓർഡർ ചെയ്ത്? നമ്മളെല്ലാരും ഇത് തന്നെ കഴിച്ചു. മിക്സ് ആയിട്ടാണ് ഞാൻ വ്യത്യാസമായിട്ട് പൈനാപ്പിൾ ജ്യൂസ് മാത്രം. ഭയങ്കര വെറൈറ്റി അല്ലേ? എങ്ങനെയുണ്ടാ വീഡിയോ? അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ വ്ളോഗ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗ് 001 എന്ന ഈ വ്ളോഗ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. കൂടുതലായിട്ട് നമ്മൾ നിങ്ങളെ ചിരിപ്പിക്കാനും എന്താ പറയുക എൻജോയ് ചെയ്യിപ്പിക്കാനും നോക്കുന്നുണ്ട്. നമ്മളുടെ വേറൊരു ചാനലുണ്ട്, ട്രിപ്പിൾ ഗെയിം എന്നുള്ള വേറൊരു ചാനലുണ്ട്. അതും കാണുക. അതിൻ്റെ അകത്ത് നമ്മൾ കൂടുതൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ എല്ലാം ഇടുന്നതാണ്. അതോടുകൂടി തന്നെ ഇപ്പോൾ നമ്മൾ വ്ളോഗ്സ് എല്ലാം ഇതിലേക്ക് തന്നെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. യൂട്യൂബ് കൂടാണ്ട് തന്നെ ട്രിപ്പിൾ ഗെയിം വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം ചാനലും തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മളുടെ ഷോർട്സ് കണ്ടൻറ്റ് നമ്മൾ അതിൻ്റെ അകത്ത് കുറേ ഇടുന്നതായിരിക്കും. അപ്പോൾ നന്ദി, സപ്പോർട്ട് ചെയ്യുക.